ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. 7 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 58 മണ്ഡലങ്ങളിലാണ് നാളെ വിധിയെഴുത്ത് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ളത് ഉത്തർപ്രദേശിലാണ്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, UP ഒപ്പം തന്നെ ദേശീയ തലസ്ഥാനത്തെ സീറ്റുകളിലടക്കം 58 മണ്ഡലങ്ങളിൽ നാളെ വിധിയെഴുത്ത് നടക്കുന്നു. എങ്ങനെ നോക്കിക്കാണാം? ലക്ഷ്മി, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണം 6ാം ഘട്ടത്തിൻ്റേത് നടക്കുന്നു. നാളെ 6 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ പോകുന്നത്. ഉത്തർപ്രദേശിൽ എല്ലാ ഘട്ടത്തിലും 1ാം ഫേസ് മുതൽ 7ാം ഫേസ് വരെ എല്ലാ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന 3 സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ്, അതോടൊപ്പം തന്നെ ബീഹാർ, പശ്ചിമ ബംഗാൾ എന്നീ 3 സംസ്ഥാനങ്ങൾ. അതിൽ ഉത്തർപ്രദേശിൽ നാളെ 14 സീറ്റുകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പശ്ചിമ ബംഗാളിലും ബീഹാറിലും 8 സീറ്റുകളിലും നാളെ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ഇത് കൂടാതെ ഒഡീഷയിലെ 6, ഹരിയാനയിലെ 10, ഡൽഹിയിലെ ആകെയുള്ള 7, കേന്ദ്രഭരണ പ്രദേശമായ മറ്റൊരു കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കശ്മീരിലെ 1 സീറ്റിലും നാളെ വോട്ടെടുപ്പ് നടക്കുന്നു എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. ഒപ്പം ഒഡീഷ നിയമസഭയിലേക്കുള്ള അവസാന ഫേസും നാളെ തന്നെയാണ് നടക്കുന്നത്. നിരവധി പ്രമുഖരും ഈ 6ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. രാജ്യതലസ്ഥാനത്തെ പ്രമുഖർ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ന്യൂഡൽഹി മണ്ഡലത്തിലെ ബൻസൂരി സ്വരാജാണ്, സുഷമ സ്വരാജിൻ്റെ മകൾ. ഒപ്പം BJPയിലൂടെ സംഘടനാ രംഗത്ത് വളരെ മുൻപ് തന്നെ ബൻസൂരി കടന്നു വന്നിരുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJPയുടെ മുതിർന്ന നേതാവും ഡൽഹി മുൻ മുഖ്യമന്ത്രിയും മുൻ വിദേശകാര്യമന്ത്രിയും ഒക്കെയായ സുഷമ സ്വരാജിൻ്റെ മകളായ ബൻസൂരി സ്വരാജ്. അതോടൊപ്പം നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ മത്സരിക്കുന്ന BJP നേതാവായിട്ടുള്ള മനോജ് തിവാരി, അദ്ദേഹം ഭോജ്പൂരി സിനിമയിലൊക്കെ വലിയ തോതിൽ താരമായി മാറുകയും പിന്നീട് ധാരാളം ആരാധകർ ഭോജ്പൂരിയിലൊക്കെ ഉള്ള ഒരു നടൻ കൂടിയാണ്. അദ്ദേഹവും നാളെ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ അവിടുത്തെ സിറ്റിംഗ് MP കൂടിയാണ്. 10 വർഷമായി അദ്ദേഹമാണ് ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. നാളെ ജനവിധി തേടുന്ന പ്രമുഖരിൽ അദ്ദേഹവുമുണ്ട്. ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഹരിയാനയിൽ നാളത്തെ 10 സീറ്റുകളിൽ അവിടെ ആകെയുള്ളത് 10 ലോക്സഭാ മണ്ഡലമാണ്. 10ലും നാളെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കർണാൽ മണ്ഡലമാണ് അവിടെ ഏറ്റവും ശ്രദ്ധേയം. കാരണം മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ അവിടെയാണ് ജനവിധി തേടുന്നത്. ഏതാണ്ട് 2 മാസങ്ങൾക്ക് മുൻപ് വരെ അദ്ദേഹം ഹരിയാന മുഖ്യമന്ത്രിയായിരുന്നു. എന്നാൽ പിന്നീട് മന്ത്രിസഭാ പുനഃസംഘടനയുടെയും മറ്റും ഭാഗമായാണ് ഖട്ടറിനെ മാറ്റി സൈനിയെ അവിടെ മുഖ്യമന്ത്രിയാക്കിയത്. എന്തായാലും ഖട്ടർ ഇത്തവണ ലോക്സഭയിലേക്ക് കർണാൽ നിന്നും മത്സരിക്കുകയാണ്. കുരുക്ഷേത്രയിൽ നിന്നും നവീൻ ജിണ്ടാൽ മത്സരിക്കുന്നുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് നവീൻ ജിണ്ടാൽ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് BJPയിലേക്ക് എത്തിയത്. അദ്ദേഹം BJPയിലെത്തി തൊട്ടടുത്ത ദിവസം തന്നെ കുരുക്ഷേത്ര എന്ന ചരിത്രപരമായും വിശ്വാസപരമായും ഒക്കെ പ്രാധാന്യമുള്ളൊരു മണ്ഡലം കൂടിയാണ്. ശ്രീകൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിക്കുകയും പിന്നീട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നടന്ന യുദ്ധമൊക്കെ നമുക്കറിയാം. അങ്ങനെയുള്ള കുരുക്ഷേത്ര ഭൂമിയിൽ ഇത്തവണ ശക്തമായ മത്സരം BJPക്കും കോൺഗ്രസിനുമിടയിൽ നടക്കുന്നു. കോൺഗ്രസിൻ്റെ മുൻ സിറ്റിംഗ് MP ആയിട്ടുള്ള നവീൻ ജിണ്ടാൽ അവിടെ BJP ടിക്കറ്റിൽ മത്സരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. ഒഡീഷയിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും അതോടൊപ്പം തന്നെ BJPയുടെ ദേശീയ വക്താവ് സംബിത് പാത്രയും മത്സരിക്കുന്നുണ്ട്. ഈ 2 പ്രമുഖരെ നമുക്ക് നാളത്തെ ഫേസിൽ ഒഡീഷയിൽ നിന്നും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഉത്തർപ്രദേശിൽ മേനകാ ഗാന്ധി ഒരു VIP സ്ഥാനാർത്ഥിയാണ്. നമുക്കറിയാം മുൻ കേന്ദ്രമന്ത്രിയാണ്. അതോടൊപ്പം തന്നെ BJPയുടെ മുതിർന്ന നേതാവും ഒക്കെയാണ്. വരുൺ ഗാന്ധിയുടെ മാതാവാണ്. അങ്ങനെ മേനകാ ഗാന്ധി മത്സരിക്കുന്ന സുൽത്താൻപൂരിലും നാളെയാണ് തെരഞ്ഞെടുപ്പ്. അങ്ങനെ 58 മണ്ഡലങ്ങൾ നോക്കുമ്പോൾ നിരവധി പ്രമുഖർ കൂടി ജനവിധി തേടുന്ന ഒരു ഫേസാണ് നാളെ നടക്കാൻ പോകുന്നത്. ഗൗതം, നമുക്കറിയാം കേരളമൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് കൊണ്ട് ഈ വോട്ടെണ്ണലിന് വേണ്ടി കുറച്ചധികം നാൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതായിരുന്നു പൊതുവിൽ നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഗൗതം സൂചിപ്പിച്ചിലാണ് അവസാന ഘട്ടങ്ങളിലേക്ക് പോകുന്നു തെരഞ്ഞെടുപ്പ്. മാത്രമല്ല വോട്ടെണ്ണൽ തീയതിയൊക്കെ അടുക്കുമ്പോൾ ഈ പ്രവചനങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പല ഭാഗത്തു നിന്നും. മോദി സർക്കാരിന് തീർച്ചയായും ഒരു 3ാം ടേം ഉറപ്പാണ് എന്നുള്ള പ്രവചനങ്ങൾ വരുന്നു. എന്തായാലും ഈ 2 മുന്നണികളുടെയും വിജയപരാജയങ്ങൾ അതൊക്കെ നമുക്ക് ഇനിയിപ്പോൾ വരും നാളുകൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടും. അത് കൃത്യമായി നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലത്തോടു കൂടി അറിയാൻ സാധിക്കുമെങ്കിൽ പോലും ഈ പ്രതീക്ഷകൾ എങ്ങനെയൊക്കെയാണ്, നമുക്കതിനെ എങ്ങനെ വിലയിരുത്താം മുന്നണികളുടെ? ലക്ഷ്മി, തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ BJPയും NDAയും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഇതിനകം തന്നെ കേവല ഭൂരിപക്ഷം കടന്നു എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പലതവണ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 3ാമത്തെ ഫേസ് പിന്നിടുമ്പോൾ തന്നെ BJP 272 എന്ന നമ്പർ കടന്നുവെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയത്. നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ NDA ഉയർത്തിയ മുദ്രാവാക്യം എന്നത് ആപ് കി ബാർ 400 പാർ ഫിർ ഏക് ബാർ മോദി സർക്കാർ എന്നുള്ളതായിരുന്നു. ഈ തവണ
400 കടക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ BJP നേരിട്ടത്. തീർച്ചയായും NDA യെ സംബന്ധിച്ചിടത്തോളം NDA ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. 400 എന്ന ഒരു നമ്പറിലേക്ക് NDA എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. BJP യെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് 300 ക്രോസ് ചെയ്തുകൊണ്ടുള്ള വലിയൊരു മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന് BJP പൂർണ്ണമായും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. RSS പോലെയുള്ള സംഘടനകൾ ഈ തെരഞ്ഞെടുപ്പിലും വിവിധ സംസ്ഥാനങ്ങളിൽ BJPക്ക് അതിൻ്റെ കേഡർമാരെ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനം നടത്തിയിരുന്നു. അതിനാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2014-ൻ്റെയും 19-ൻ്റെയും ഒരു തനിയാവർത്തനം ഉണ്ടാകും, അല്ലെങ്കിൽ അതിലും കടന്നുള്ള ഒരു മുന്നേറ്റം BJP നടത്തും എന്ന് തന്നെയാണ് NDA ക്യാമ്പ് പൂർണ്ണമായി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അതാണ്. ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ നേരത്തെ സഞ്ചരിച്ചിരുന്നു. സാധാരണ ജനങ്ങളോട് സംസാരിക്കുമ്പോഴും നരേന്ദ്രമോദിക്ക് അപ്പുറം മറ്റൊരു നേതാവിനെ ചിന്തിക്കുവാൻ ഇന്ന് ഭാരതത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കഴിയുന്നില്ല എന്ന വസ്തുതയാണ് നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനാൽ BJPയെ സംബന്ധിച്ച് ഐതിഹാസികമായൊരു വിജയം ജൂൺ മാസം 4-ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അവർ 100 സീറ്റിന് മുകളിലേക്ക് കടക്കുമോ എന്നത് മാത്രമാണ് ചോദ്യം. കോൺഗ്രസ് 50 സീറ്റെങ്കിലും തികയ്ക്കുമോ എന്നതാണ് ചോദ്യം. അത്രത്തോളം ദയനീയമായ സാഹചര്യമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനും INDA മുന്നണിക്കും ഇപ്പോഴുള്ളത്. ലക്ഷ്മി, ഗൗതമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.